ദൈവത്തിന് സ്തോത്രം. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളുകയാണ്. ദൈവത്തിൻ്റെ ആലോചനകളൊക്കെയും അക്ഷരപ്രതി നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. നാം എപ്രകാരമാണ് ഈ ലോകത്ത് ജീവിക്കുന്നു എന്നുള്ളത് അവരവർ മനസ്സിലാക്കി തന്നെ ജീവിക്കണം. വചനം ഒരിക്കലും മാറിപ്പോകില്ല. വചനം അതുപോലെ തന്നെ നിറവേറ്റുന്ന ദൈവമാണ്. ഒന്ന്, പെന്തക്കോസ്ത് വിശ്വാസത്തിലായിരിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ ന്യായപ്രമാണമുണ്ട്. പ്രമാണം ആണ് വിശ്വാസത്തെ നടത്തുന്നത്. മാത്രമല്ല, പലർക്കും ഈ സത്യമാർഗം അറിയത്തില്ല. മറ്റുള്ള സമുദായത്തിൽപ്പെട്ടവർക്ക് വിശ്വാസ ജീവിതത്തെക്കുറിച്ച് അവർക്ക് അറിയത്തില്ല. അവർ വിചാരിക്കുന്നത് എല്ലാവരും ഒരുപോലെ തന്നെ ജീവിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ പെന്തക്കോസ്ത് വിശ്വാസത്തിൽ വേർപെട്ട ജീവിതവും വിശ്വാസവും ഒക്കെ ഉണ്ട്. അങ്ങനെ ജീവിച്ചെങ്കിൽ മാത്രമേ ദൈവിക അനുഗ്രഹങ്ങളും നിത്യതയിലും പോകുവാൻ ഇടയായിത്തീരുന്നത്. ദൈവത്തിൻ്റെ വചനത്തിൽ സ്വർഗവും നരകവും ഒക്കെ ഉണ്ട്. സ്വർഗമുണ്ട്. ദൈവവചനം അങ്ങനെയാണ് വെളിപ്പെടുത്തുന്നത്. അപ്പോസ്തലനായ പൗലോസ് 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടെന്നാണ് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരു സ്വർഗം, 2 സ്വർഗം, 3-ാം സ്വർഗം, 3 തട്ട് തിരിച്ചിരിക്കുകയാണ്. ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളാണ് സ്വർഗത്തിലുള്ളത്. സ്വർഗവും നരകവും ഈ ഭൂമി തന്നെയാണ് എന്ന് പറഞ്ഞ് ജീവിക്കുന്നവരുമുണ്ട്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. കർത്താവ് സ്തോത്രം നമുക്കായി പണിയപ്പെട്ടു വച്ചിരിക്കുന്ന സ്വർഗമുണ്ട്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആധികാരികതകളെ മനസ്സിലാക്കുമ്പോൾ സ്വർഗം ഉണ്ട് എന്നാണ് വേദപുസ്തകം വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. നരകവുമുണ്ടെന്നാണ് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1 നരകമുണ്ട്, 2 സ്വർഗവുമുണ്ട്. ചില മറ്റുള്ള എന്തോ ഒരു സമുദായത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: സ്വർഗത്തിലേക്ക് പോകുന്ന വഴി, അതായത് ഒരു തലമുടി 7 കീറിയിട്ട് അതിനകത്തൂടെ നടന്ന് പോകുക എന്നുള്ളത് ഒരു കണക്കൂട്ടലുണ്ട്. അതായത് താഴെ തീയാണ്, അപ്പുറത്തും ഇപ്പുറത്തും ഈ മുടി 7 കീറിയിട്ട് അത് ഒരെണ്ണം കെട്ടുമെന്നാണ് പറയുന്നത്. കെട്ടി ഇതിന് മേളിൽ കൂടെ നടന്ന് പോകുമ്പോൾ വീഴുന്നെങ്കിൽ നരകത്തിൽ വീഴും, ഇല്ലെങ്കിൽ നടന്നു പോവുകയാണെങ്കിൽ സ്വർഗത്തിലും. അത് നല്ല ആളാരാന്ന് വെച്ചാൽ സ്വർഗത്തെത്തും എന്നാണ് ചിലർ കണക്കൂട്ടി വെച്ച് പഠിച്ചു വച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ആ മുടി നടന്ന് പോകുമ്പോൾ, മുടിയിൽ മേളിൽ കൂടെ നടന്ന് പോകുമ്പോൾ നരകത്തിൽ വീഴുന്നെങ്കിൽ തീയിൽ വീഴുമെന്നാണ്, നരകമായ തീയിൽ വീഴുമെന്നാണ് ചിലർ പഠിപ്പിക്കുന്നത്. എന്നാൽ ദൈവവചനത്തിൻ്റെ ബൈബിളിൽ അല്ലെങ്കിൽ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് സ്വർഗവും നരകവും തീരുമാനിക്കുന്നത് ഭൂമിയിൽ വെച്ച് തന്നെയാണ്. സ്വർഗത്തിൽ ചെന്നിട്ടല്ല. വിശ്വാസം പഠിപ്പിക്കുന്നത് നാം ഭൂമിയിൽ ജീവിക്കുമ്പോഴാണ് നാം തീരുമാനിക്കേണ്ടത്. എന്നാൽ ചോദിക്കും, സ്വർഗത്തെ എങ്ങനെ എത്താൻ കഴിയും? സ്വർഗത്ത് എത്താൻ കഴിയും എന്ന് വേദപുസ്തകം വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് മാർഗമതയുള്ള കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിച്ച് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് സഭയോട് ചേർന്ന് പരിശുദ്ധാത്മ പ്രാപിച്ച് കൂട്ടായ്മ ആചരിച്ച് അപ്പം നുറുക്കി ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ വിശ്വാസികൾ ജീവിക്കുന്ന ഒരു രീതിയുണ്ട്, വേർപെട്ട ജീവിതം. അങ്ങനെ ജീവിച്ച് പോകുന്നതാണ്
വിശ്വാസത്തിൻ്റെ കടമ. അങ്ങനെ ഉള്ളവർ മാത്രമേ നിത്യതയിലെത്തൂ. എല്ലാവർക്കും ഒന്ന് കയറി അങ്ങ് നിത്യത എത്താൻ കഴിയില്ല. ഒരിക്കൽ വലിയൊരു ധനാഢ്യൻ യേശുവിൻ്റെ അരികിൽ വന്നു. ഞാൻ നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ യേശു പറഞ്ഞ് കൽപ്പനകൾ പാലിക്കണമെന്ന്. അതൊക്കെ ഞാൻ ചെറുപ്പം മുതൽ ഞാൻ കാത്തുകൊള്ളുന്നുണ്ട് എന്ന് താൻ പറഞ്ഞു. എന്നാൽ നിനക്ക് കുറവുണ്ട്, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർ കൊടുത്തിട്ട് എന്നെ അനുഗമിക്കാൻ പറഞ്ഞു. ഈ യേശുക്രിസ്തുവിൻ്റെ ഈ ഉപദേശത്തിൽ അല്ലെങ്കിൽ പറഞ്ഞ വാക്കിൽ ആ വലിയ ധനവാൻ അല്ലെങ്കിൽ ലോകത്തിലെ കോടീശ്വരൻ അതിദുഃഖിതനായി പൊയ്ക്കളഞ്ഞെന്നാണ് പറയുന്നത്. സ്തോത്രം. അപ്പോൾ ദൈവത്തിൻ്റെ വചനം അനുസരിക്കാത്തവർക്ക് അതിദുഃഖമുണ്ട് എന്ന് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം താൻ ഏറ്റെടുത്തില്ല, താൻ അതിദുഃഖിതനായിപ്പോയി. പ്രൈസ് സ്തോത്രം. അപ്പോൾ ദൈവത്തിൻ്റെ വചനം ഏറ്റെടുത്ത് ജീവിച്ചാൽ ദുഃഖത്തിൽ പോകില്ല, അതിദുഃഖം ഉണ്ടാകില്ല. അഥവാ അതിദുഃഖമുണ്ടെങ്കിൽ മാറ്റമുണ്ടാകും. ദൈവം പറയുന്ന വാക്ക് കേട്ട് അനുസരിച്ച് ജീവിച്ചാൽ നമ്മുടെ എല്ലാ ദുഃഖങ്ങളും മാറും. സ്തോത്രം. ഇന്ന് ദൈവിക തലത്തിൽ തന്നെ അനേക കോടീശ്വരന്മാരുണ്ട്. പാസ്റ്റർമാരുടെ കൂട്ടത്തിലുണ്ട്, സെൻട്രൽ പാസ്റ്റർമാരുടെ കൂട്ടത്തിലുണ്ട്, വിശ്വാസികളുടെ കൂട്ടത്തിലുണ്ട്, വലിയ കോടീശ്വരന്മാരുണ്ട്. പക്ഷേ അവർ സ്വർഗത്ത് പോകുമോ എന്ന് ചോദിച്ചാൽ ഈ വചന അടിസ്ഥാനത്തിൽ സ്തോത്രം സ്വർഗത്ത് ചെല്ലും എന്നുള്ളത് സംശയമാണ്. കാരണം ധനവാൻ സ്വർഗത്ത് എത്തുന്നത് ഒട്ടകം സൂചിക്കുഴിയിൽ കൂടെ കടക്കുന്നത് പോലെയാണെന്നാണ് ദൈവവചനം വിളിച്ചു പറയുന്നത്. അത് വലിയ പാടാണ്. പക്ഷെ ഇതൊക്കെ കഴിവതും ക്രിസ്തുലാമൻ ദൈവം ആ ധനവാനോട് പറഞ്ഞതുപോലെ ദരിദ്രന്മാർ കൊടുത്തിട്ട് ദൈവസന്നിധിയിൽ വന്നെങ്കിൽ മാത്രമേ നിത്യജീവൻ പ്രാപിക്കാൻ കഴിയൂ എന്നുള്ളത് യാതൊരു സംശയമില്ല. യേശുക്രിസ്തുവിനെ പിൻപറ്റി ഇന്നും പലരും കോടീശ്വരന്മാരാകുന്നവരുണ്ട്. ദൈവത്തിൻ്റെ പിന്നാലെ വരുന്നത് കോടീശ്വരനാകാനല്ല. ചിലർ കോടീശ്വരന്മാരാകുന്നുണ്ട്, പക്ഷെ അവരാരും നിത്യതയിലെത്തത്തില്ല. പക്ഷെ അത് ദൈവം സമ്പന്നനാക്കിയാൽ, കോടീശ്വരനാക്കിയാൽ അത് ദൈവനാമ മഹത്വത്തിന് വേണ്ടി വിനിയോഗിക്കുന്നവരായി തീരണം. എന്നെങ്കിൽ സ്വർഗത്ത് പോകും. ധനം വർദ്ധിച്ചാൽ അതിൽ ആശ വയ്ക്കരുത്. ദ്രവ്യാഗ്രഹം പാടില്ല. അത് സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയല്ല, മറ്റുള്ള സാധാരണക്കാർക്ക് ഒക്കെ പാവപ്പെട്ടവർക്കൊക്കെ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ സ്വർഗത്തിൽ നിക്ഷോഭം ഉണ്ടാകും, സ്വർഗത്തിൽ പ്രതിഫലം ഉണ്ടാകും. സ്വർഗവും നരകവും എന്ന് പറയുന്നത് ഉണ്ട്. സ്വർഗത്തിലെത്തുന്നതിൻ്റെ അനുഭവം ഇതാണ്. ഭൂമിയിലായിരിക്കുമ്പോൾ ദൈവഹിതമുള്ള ജീവിതവും ഈ പറഞ്ഞ രീതിയിൽ നാം മുന്നോട്ട് നീങ്ങിയാൽ നിത്യത്തിലെത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. മാത്രമല്ല നരക ജീവിതം എന്ന് പറയുന്നത് തീയും, കെടാത്ത തീയെന്ന, ചാവാത്ത പുഴുവുണ്ട്, ഉപ്പും ഉണ്ടെന്നാണ് പറയുന്നത്. വളരെ നിലവിളിയുടെ അനുഭവമാണ് നരകത്തെ കുറിച്ചുള്ള സംഭവം. വേദപുസ്തകത്തിൽ വ്യക്തമായി മറ്റൊരു ഭാഗത്ത് ലാസർ ധനവാനെ കുറിച്ച് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ധനവാൻ അബ്രഹാമിൻ്റെ മടിത്തിട്ടിൽ കിടക്കുന്നു. ഭൂമിയിലായിരുന്നു ലാസർ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അയാൾ മരിച്ചപ്പോൾ അഗ്നിയിൽ കിടക്കുന്നു, വേദന അനുഭവിക്കുന്നെന്ന് പറയുന്നത്. സ്തോത്രം. നിലവിളിയാണ്. സ്തോത്രം. അപ്പോൾ ഈ അടിസ്ഥാനത്തിൽ ദൈവവചനത്തിലുണ്ട്. അതുകൊണ്ട് ഇത്രയും പെട്ടെന്ന് ആരെങ്കിലും ദൈവഭാഗത്ത് വന്നിട്ടില്ലെങ്കിൽ വന്നാൽ നിങ്ങൾക്ക് വലിയൊരു രക്ഷ കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. പൗലോസ് വിളിച്ച് പറഞ്ഞ് മറ്റൊരുത്തൻ രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യടി നൽകപ്പെട്ട യേശുവിൻ്റെ നാമമല്ലാതെ വേറൊരു നാമവുമില്ല. യേശുവിൻ്റെ നാമമാണ് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശുവിൽ കൂടെ മാത്രമാണ് നിത്യതയിലെത്തുന്നത്.
ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അരികിൽ എത്തുന്നില്ല. അപ്പോൾ ക്രിസ്തുവാണ് മുഖാന്തരം. ക്രിസ്തുവിൻ്റെ ഉപദേശമാണ് നിത്യതയിലെത്തുന്നതിൻ്റെ മാർഗം. യേശു ക്രിസ്തുവിൻ്റെ വചനമാണ്, അല്ലെങ്കിൽ വചനം പാലിക്കുന്നവരാണ് നിത്യതയിലെത്തുന്നത്. എന്നാൽ ചോദിക്കുക, ആരൊക്കെ പാലിക്കുന്നുണ്ടെന്ന്? നമ്മളെല്ലാം ദൈവത്തിൻ്റെ പ്രതിക്കൂട്ടി നിൽക്കുന്നവരാ. സ്തോത്രം. അവരവർ ശോധന ചെയ്ത് വേണം നല്ലത് തിരഞ്ഞെടുക്കേണ്ടതാണ്. ഈ ലോക ജീവിതം ഉണ്ടും സുഖിച്ചും ധനമുണ്ടാക്കിയും ആർപ്പടമായി ജീവിച്ചും സുഖിച്ചും ഒരു ജീവിതമല്ലേ ഉള്ളൂ എന്നും പറഞ്ഞ് ഈ ഭൂമി അവസാനിപ്പിക്കുന്നതല്ല. മറിച്ച് സ്തോത്രം, മറ്റൊരു ജീവിതമുണ്ട്, ആത്മാവിൻ്റെ ജീവിതം. അതാണ് നിത്യത. ജഡത്തിൻ്റെ ജീവിതം ഈ ഭൂമിയിലാണ്. മാലിന്യമുള്ള ലോകം. നാം മലനമില്ലാത്ത ഒരു ലോകത്തിലേക്കാണ് നാം പോകുന്നത്. ഈ ഭൂമി മലനമുണ്ട്, മലമുണ്ട്. എന്നാൽ മലമില്ലാത്ത ഒരു ലോകത്തിലേക്കാണ് നാം പോകുന്നത്, സ്വർഗത്തിൽ. അവിടെ നമുക്ക് ദൈവവുമായ ബന്ധത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയും. സ്വർഗത്തിലെ ദൈവം പറഞ്ഞിരിക്കുന്ന വചനങ്ങൾ അതേപടി ഇന്ന് ലോകത്തിൽ നിറവേറിക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ദൈവികമായ വചനത്തിൻ്റെ ആഴങ്ങളെ ഗ്രഹിച്ച് ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തി ജീവിക്കണം. 1 വിശ്വാസം, 2 പ്രത്യാശ, 3 ദൈവവുമായി ബന്ധം, 4 പ്രാർത്ഥന, 5 ആരാധന. അങ്ങനെ ദൈവത്തെ സ്തുതിച്ചു മഹത്വപ്പെടുത്തി നാം ഓരോ നാളും ജീവിക്കുമ്പോൾ നമുക്ക് നിത്യതയുണ്ട്. ദൈവത്തിൻ്റെ വചനമാണ് നമുക്ക് ആലോചന. ഈ വചനത്തിന് ആലോചന അല്ലാതെ ജീവിക്കുന്നവരുണ്ടെങ്കിൽ അവരാരും നിത്യതയിൽ എത്തത്തില്ല എന്നാണ് തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് മറ്റുള്ളവർ വിചാരിക്കുന്നത് ബോധിച്ച പ്രകാരം ജീവിക്കുന്നതെന്നല്ല. സ്തോത്രം. വളരെ വേർപാടോടും വളരെ വിശുദ്ധിയോടും ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിച്ചൊക്കെ യേശുവിനെ വിശ്വസിച്ചും സ്തുതിച്ചൊക്കെയാണ്, ആരാധിച്ചൊക്കെയാണ് മനുഷ്യൻ ഓരോന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പുതിയ നിയമത്തിൽ ആരാധിക്കുന്ന ദൈവമക്കൾക്ക് നമുക്ക് ദൈവത്തെ സന്തോഷിപ്പാൻ വകയുണ്ട്. പുതിയ നിയമത്തിലെ ആരാധനയിൽ, പുതിയ നിയമത്തിലെ വിശ്വാസികൾക്ക് നമുക്ക് സന്തോഷിക്കുവാൻ വകയുണ്ട്. അതായത് കർത്താവിൻ്റെ രാജ്യത്തിൽ നമുക്ക് വേണ്ടി ഒരുക്കുന്ന നിത്യതയിൽ നമുക്ക് എത്തിച്ചേരാൻ കഴിയും. അതുകൊണ്ട് ഈ വചനങ്ങളാലെ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഗ്രഹിക്കുന്നത്. ദൈവനാമം ഉണ്ടാകട്ടെ. ആമേൻ.